കാർഷിക വാർത്തകൾ. വളം സബ്സിഡി ബില്ല് നിയന്ത്രിക്കാനും രാസവളങ്ങളുടെ അമിത ഉപയോഗം തടയാനുമായി കേന്ദ്ര സർക്കാർ പുതിയ മിഷൻ പ്രഖ്യാപിക്കാൻ ഒരുങ്ങുന്നു. ഫെർട്ടിലൈസർ സ്വയം പര്യാപ്തത ദൗത്യം എന്ന പദ്ധതി വളം ഇറക്കുമതി 20% കുറയ്ക്കുകയും ബയോ വളങ്ങൾ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യും. വരാനിരിക്കുന്ന കേന്ദ്ര ബജറ്റിൽ ഫെർട്ടിലൈസർ സ്വയം പര്യാപ്തതാ ദൗത്യം പ്രഖ്യാപിക്കാനുള്ള നീക്കത്തിലാണ് സർക്കാർ. രാസവളങ്ങളുടെ ഉപയോഗം കുറയ്ക്കുകയും അതിലൂടെ സബ്സിഡി ചെലവ് നിയന്ത്രിക്കുകയും ചെയ്യുക എന്നതാണ് ദൗത്യത്തിന്റെ പ്രധാന ലക്ഷ്യം. അടുത്ത 5 വർഷത്തിനുള്ളിൽ വളം ഇറക്കുമതി 20% കുറയ്ക്കാനും 10 വർഷം കൊണ്ട് ഇത് 35% ഉയർത്താനുമാണ് നിർദ്ദേശിക്കുന്ന ലക്ഷ്യം. വർഷം തോറും 6 മുതൽ 7% വരെ വളം വിൽപ്പന കുറച്ചാൽ പോലും നിലവിലെ ഉപയോഗനില നിയന്ത്രിക്കാനാകുമെന്നാണ് വിലയിരുത്തൽ. 2024-25 സാമ്പത്തിക വർഷത്തിൽ ഇന്ത്യയിലെ വളം വിൽപ്പന 655.94 ലക്ഷം ടണ്ണായി റെക്കോർഡ് ഉയരത്തിലെത്തി. യൂറിയ, പൊട്ടാഷ്, കോംപ്ലക്സ് വളങ്ങൾ എന്നിവയുടെ വിൽപ്പനയിൽ വലിയ വർധനമാണ് രേഖപ്പെടുത്തിയത്. ഈ പശ്ചാത്തലത്തിൽ രാസവളങ്ങളുടെ ഉപയോഗം കുറയ്ക്കുന്ന സംസ്ഥാനങ്ങൾക്ക് പ്രോത്സാഹനം നൽകുന്ന PM പ്രണാം പദ്ധതിയെ പുതിയ ദൗത്യവുമായി ലയിപ്പിക്കാനും ആലോചനയുണ്ട്. അതേസമയം പ്രകൃതിദത്ത കൃഷി ദൗത്യത്തിനും കൂടുതൽ ഫണ്ട് അനുവദിക്കാനുള്ള സാധ്യതയുണ്ട്. കുറഞ്ഞ നൈട്രജൻ, ഫോസ്ഫറസ്, പൊട്ടാഷ് ഉപയോഗിച്ച് വിളവ് ഉറപ്പാക്കുന്ന പുതിയ സാങ്കേതിക വിദ്യകൾ വികസിപ്പിക്കാൻ ICAR-നും ചുമതല നൽകാനാണ് സർക്കാർ ആലോചിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, മൈഫിൻ TV. അടക്കയെ അർബുദകാരിയായി തരംതിരിച്ച ലോകാരോഗ്യ സംഘടനയുടെ നടപടിയിൽ ആശങ്ക അറിയിച്ച് കാംകോ. ഇന്ത്യയുടെ സ്വന്തം ശാസ്ത്രീയ പഠനം പൂർത്തിയാകുന്നതിന് മുമ്പ് അടക്കയെക്കുറിച്ച് നയപരമായ തീരുമാനങ്ങൾ എടുക്കരുതെന്ന് കാംകോ കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെട്ടു. ലോകാരോഗ്യ സംഘടനയുടെ കീഴിലുള്ള ഇന്റർനാഷണൽ ഏജൻസി ഫോർ റിസർച്ച് ഓൺ ക്യാൻസർ അടക്കയെ അർബുദകാരിയായി തരംതിരിച്ചതാണ് വിവാദമായിരിക്കുന്നത്. ഈ തീരുമാനം അടക്കയെ ശുദ്ധമായി ഉപയോഗിക്കുന്നതിനെ അടിസ്ഥാനമാക്കിയല്ലെന്നും പുകയില ചേർന്ന ഗുഡ്ക, പാൻ മസാല പോലുള്ള ഉൽപ്പന്നങ്ങളിലെ പഠനങ്ങളാണ് WHO ആശ്രയിച്ചതെന്നും കാംകോ വ്യക്തമാക്കി. അടക്കയിലെ പ്രധാന ഘടകമായ അറിക്കോളിൻ സാധ്യതയുള്ള ക്യാൻസർ കാരകം എന്ന വിഭാഗത്തിലായിരിക്കെ മുഴുവൻ അടക്കയെ ഏറ്റവും അപകടകരമായ വിഭാഗത്തിൽ ഉൾപ്പെടുത്തിയതിൽ വ്യക്തതയില്ലെന്നും കാംകോ ചൂണ്ടിക്കാട്ടി. അടക്കയുടെ ആരോഗ്യ പ്രഭാവം ശാസ്ത്രീയമായി വിലയിരുത്താൻ ICAR നേതൃത്വത്തിൽ രാജ്യവ്യാപക പഠനം പുരോഗമിക്കുകയാണ്. ഇതിന്റെ അന്തിമ ഫലങ്ങൾ ലഭിക്കാൻ ഇനിയും സമയം ആവശ്യമുണ്ടെന്നും കാംകോ പറഞ്ഞു. ഈ സാഹചര്യത്തിൽ പഠനം പൂർത്തിയാകുന്നതുവരെ അടക്കയെക്കുറിച്ച് അന്തിമ നയനിർണ്ണയങ്ങൾ ഒഴിവാക്കണമെന്നും തെറ്റായ തീരുമാനങ്ങൾ ലക്ഷക്കണക്കിന് കർഷകരുടെ ഗ്രാമീണ സമ്പദ്വ്യവസ്ഥയുടെയും ഭാവിയെ ബാധിക്കുമെന്നും കാംകോ മുന്നറിയിപ്പ് നൽകി. ന്യൂസ് ഡെസ്ക്, മൈഫിൻ TV. കേരളത്തിൻ്റെ മാംഗോ സിറ്റിയായ മുതലമട പഴയ മാമ്പഴ പ്രതാപത്തിലേക്ക് മടങ്ങുകയാണ്. ഉത്തരേന്ത്യൻ വിപണിയും ആഗോള വിപണിയും ചേർന്ന് റെക്കോർഡ് വിലകളിൽ മാമ്പഴം കയറ്റുമതി നടക്കുമ്പോഴും ചെറുകിട കർഷകർ യഥാർത്ഥ വരുമാനം ലഭിക്കുന്നില്ലെന്നും പരാതി. ചെറുകിട മാമ്പഴ കർഷകർ പലപ്പോഴും തങ്ങളുടെ തോട്ടം പാട്ടത്തിനെടുത്താണ് കൃഷി ചെയ്യുന്നത്. എന്നാൽ വിപണിയിൽ നല്ല വില ലഭിച്ചാലും ഇടനിലക്കാരുടെ ചൂഷണം മൂലം യഥാർത്ഥ വരുമാനം കൈവരുന്നില്ലെന്നാണ് കർഷകരുടെ പരാതി. മുതലമട ഗ്രാമപഞ്ചായത്തിൽ പ്രതിദിനം 250 ടണ്ണിലധികം മാങ്ങ കയറ്റുമതി ചെയ്യപ്പെടുന്നു. 6000 ഹെക്ടറിൽ 2000-ലധികം കർഷകർ മാങ്ങ കൃഷി ചെയ്യുന്നു. അതിൽ 70% ചെറുകിട കർഷകരാണ്. അൽഫോൺസ, കയ്യൽപ്പനി, ചോക്കൻ തുടങ്ങിയ 45-ലധികം തരം മാങ്ങകൾ ഉൽപ്പാദിപ്പിക്കുന്ന മുതലമടയിൽ 250-ലധികം പാക്കിംഗ് തരംതിരിക്കൽ കേന്ദ്രങ്ങൾ പ്രവർത്തിക്കുന്നു. ഡിസംബർ അവസാനത്തോടെ ആരംഭിച്ച വിളവെടുപ്പ് ആദ്യമെത്തുക മുതലമട മാങ്ങ എന്ന പ്രത്യേകതയും കർഷകർക്ക് മികച്ച വില ലഭിക്കുന്നതിന് സഹായിച്ചു. ഇക്കുറി ഉത്തരേന്ത്യൻ വിപണിയും വിദേശ വിപണികളും ഉൾപ്പെടെ മാമ്പഴ കയറ്റുമതി ജനുവരിക്ക് തന്നെ ആരംഭിച്ചതോടെ 15,000-ഓളം തൊഴിലാളികൾ വിളവെടുപ്പിൽ ഏർപ്പെട്ടിട്ടുണ്ട്. കഴിഞ്ഞ 5 വർഷത്തിനു ശേഷമാണ് മുതലമടയിലെ മാമ്പഴക്കാലം പഴയ പ്രതാപത്തിലേക്ക് തിരിച്ചെത്തിയത്. കർഷകർക്ക് ആശ്വാസവും പ്രതീക്ഷയും നൽകുകയാണ്. ന്യൂസ് ഡെസ്ക്, മൈഫിൻ TV.